Evaluation of integrals. In this session, we discuss evaluation of real definite integrals involving sines and cosines. That is, definite integrals നമുക്കറിയാം റിയൽ കേസിൽ നമ്മൾ സോൾവ് ചെയ്യാറുണ്ട്. അപ്പോൾ റിയൽ കേസിൽ ഡയറക്റ്റ് ഇൻ്റഗ്രേഷൻ്റെ റൂൾസ് ഉപയോഗിച്ച് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് നമുക്ക് റെസിഡ്യൂ തിയറം ഉപയോഗിച്ച് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള കുറച്ച് ക്ലാസിഫിക്കേഷൻസാണ്, കുറച്ച് ടൈപ്പുകളാണ് നമ്മൾ ഈ സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് ഇവാലുവേഷൻ ഓഫ് റിയൽ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽസ് ഇൻവോൾവിങ് സൈൻസ് ആൻഡ് കൊസൈൻസ്. അതായത് സൈനും കോസും ഒക്കെ ഇൻ്റഗ്രൻ്റായിട്ട് വരുന്ന കുറച്ച് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽസ് എങ്ങനെ സോൾവ് ചെയ്യാം. ഫസ്റ്റ് ഇൻ്റഗ്രൽ ഓഫ് ദ ഫോം ഇൻ്റഗ്രൽ 0 to 2π f of sin θ cos θ d θ. അതായത് ഇൻ്റഗ്രേഷൻ്റെ ലിമിറ്റ് 0 to 2π ആണ്. ഇൻ്റഗ്രൻ്റ് സൈൻ തീറ്റയുടെയും കോസ് തീറ്റയുടെയും ഫംഗ്ഷൻ അല്ലെങ്കിൽ അവയുടെ കോമ്പിനേഷൻ. അങ്ങനെയുള്ള ഫങ്ഷൻസ് എങ്ങനെയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുക എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത് z ഈക്വൽ ടു e റൈസ് ടു i θ വേർ θ ഫ്രം 0 to 2π. അപ്പോൾ ഈ കേസിൽ നമുക്കറിയാം മോഡ് z ഈക്വൽ ടു മോഡ് e റൈസ് ടു i θ ദാറ്റ്സ് ഈക്വൽ ടു 1. സോ നമ്മൾ മോഡ് z ഈക്വൽ ടു 1 ആണ് ഓവർ ആ കർവ്, അതായത് സർക്കിളാണ്, യൂണിറ്റ് സർക്കിൾ വിത്ത് സെൻറ്റർ 0 0 ആൻഡ് റേഡിയസ് 1 ആയിട്ടുള്ള ഒരു സർക്കിളാണ്. ഓവർ ആ സർക്കിളാണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. ദെൻ സൈൻ തീറ്റയ്ക്ക് നമ്മൾ കൊടുക്കുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ സൈൻ തീറ്റ ഈക്വൽ ടു 1/2i z മൈനസ് 1/z എന്നും കോസ് തീറ്റയ്ക്ക് 1/2 ഇൻറ്റു z പ്ലസ് 1/z എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കും. അതായത് ഇവിടെ 1/z എന്ന് വരുന്നത് 1/e റൈസ് ടു i θ എന്നാണ്. അതായത് e റൈസ് ടു മൈനസ് i θ. ദാറ്റ് ഈസ്, അപ്പോൾ നമുക്ക് e റൈസ് ടു i θ പ്ലസ് e റൈസ് ടു മൈനസ് i θ/2 എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് കോസ് തീറ്റയാണ്. അതാണ് z പ്ലസ് 1/z/2 ഈക്വൽ ടു കോസ് തീറ്റ എന്ന് നമ്മൾ എഴുതുന്നത്. സൈൻ തീറ്റ അതുപോലെ തന്നെ. അപ്പോൾ z ഈക്വൽ ടു e റൈസ് ടു i θ ആണെങ്കിൽ ഡി സെഡിനെ നമുക്ക് i e റൈസ് ടു i θ d θ എന്ന് എഴുതും. ഇതിൽ e റൈസ് ടു i θയ്ക്ക് പകരം നമുക്ക് z എന്ന് കൊടുക്കാം, i z d θ. ദെർഫോർ d θ ഈക്വൽ ടു dz/iz എന്ന് കിട്ടും. സോ ഡി തീറ്റയ്ക്ക് ഈ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ടാണ് നമ്മൾ ഇൻ്റഗ്രേഷന് മാറ്റി എഴുതി ഒരു എഫ് ഓഫ് സെഡ് എന്നുള്ള ഫോമിലേക്ക് എഴുതും. ദെൻ എഫ് ഓഫ് സെഡിൻ്റെ സിംഗുലാരിറ്റീസ് എന്ന് പറയുമ്പോൾ ഇവിടെ മോഡ് സെഡ് ഈക്വൽ ടു 1 അകത്തുള്ള ആ സർക്കിളിനകത്തുള്ള സിംഗുലാരിറ്റീസ് മാത്രം മതി. അവിടെയുള്ള റെസിഡ്യൂ കാണാം. ദെൻ 2πi ഇൻറ്റു സം ഓഫ് റെസിഡ്യൂസ്. അതാണ് ഈ മെത്തേഡിൽ, ഈ ടൈപ്പിൽ നമ്മൾ സോൾവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെത്തേഡ്. ദെൻ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഷോ ദാറ്റ് ഇൻ്റർവൽ 0 to 2π d θ/a plus b cos θ ഈക്വൽ ടു 2π ബൈ റൂട്ട് ഓഫ് a സ്ക്വയർ മൈനസ് b സ്ക്വയർ a ഗ്രേറ്റർ ദാൻ b ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ 0 to 2π ആണ് ലിമിറ്റ്. ഇൻ്റഗ്രൽ 1/a പ്ലസ് ബി, ഇൻ്റഗ്രൻ്റ് 1/a പ്ലസ് ബി കോസ് തീറ്റയാണ്. അപ്പോൾ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. മോഡ് z ഈക്വൽ ടു e റൈസ് ടു i θ. ദെൻ മോഡ് z ഈക്വൽ ടു 1 ആണ്. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു θ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2π. ദെൻ നമുക്കറിയാം d θ ഈക്വൽ ടു dz/iz ആണ്. ദെൻ ഈ സബ്സ്റ്റിറ്റ്യൂഷനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യൻ ഇൻ്റർവൽ 0 to 2π d θ ഡിവൈഡ് ബൈ a പ്ലസ് ബി കോസ് θ എന്നാണ്. ദാറ്റ്സ് ഈക്വൽ ടു ഇൻ്റർവൽ ഓവർ c വേർ c സച്ച് ദാറ്റ് മോഡ് z ഈക്വൽ ടു 1. മോഡ് z ഈക്വൽ ടു 1 എന്നുള്ള സർക്കിളിനെ നമ്മൾ c എന്ന് വിളിക്കുന്നു. ഡി തീറ്റയ്ക്ക് പകരം dz/iz ഡിവൈഡ് ബൈ a പ്ലസ് ബി കോസ് തീറ്റയ്ക്ക് പകരം നമുക്കറിയാം z പ്ലസ് 1/z ഡിവൈഡ് ബൈ 2. അതായത് 1/2 ഇൻറ്റു z പ്ലസ് 1/z. സോ ദാറ്റ്സ് ഈക്വൽ ടു ഇൻ്റർവൽ ഓവർ c dz ഡിവൈഡ് ബൈ iz ഇൻറ്റു a പ്ലസ് ബി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ a പ്ലസ് bz/2 പ്ലസ് b/2z എന്ന് കിട്ടും. ദെൻ അടുത്ത സ്റ്റെപ്പിൽ ഇൻ്റർവൽ ഓവർ c dz
ഡിനോമിനേറ്റർ കോമൺ ആക്കിയാൽ, അതായത് 2z ഡിനോമിനേറ്റർ ആക്കി കഴിഞ്ഞാൽ നമുക്ക് iz ഇൻറ്റു 2az പ്ലസ് bz² പ്ലസ് b ഹോൾ ഡിവൈഡ് ബൈ 2z എന്ന് കിട്ടും. ദെൻ zn ക്യാൻസൽ. ദെൻ i/2 എന്നുള്ളത് ഔട്ട് സൈഡ് എടുക്കുമ്പോൾ 2/i എന്നാവും. ഇൻറ്റു ലോവർ c dz ബൈ bz² പ്ലസ് 2az പ്ലസ് b എന്ന് കിട്ടും. ദാറ്റ്സ് ഈക്വൽ ടു നമുക്ക് 2/i ഇൻറ്റു ലോവർ c സം f ഓഫ് z dz എന്ന് എഴുതാം. വേർ f ഓഫ് z ഈക്വൽ ടു നമുക്കറിയാം 1/bz² പ്ലസ് 2az പ്ലസ് b. ഇനി എഫ് ഓഫ് സെഡിൻ്റെ സിംഗുലാരിറ്റീസ് കാണണം. എഫ് ഓഫ് സെഡ് ഈസ് അനാലിറ്റിക് എക്സെപ്റ്റ് അറ്റ് ദി ഡിനോമിനേറ്റർ ഈക്വൽ ടു 0, ദാറ്റ് ഈസ് bz² പ്ലസ് 2az പ്ലസ് b ഈക്വൽ ടു 0. ദെൻ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ്. ദെൻ വി ഗെറ്റ് z ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b² മൈനസ് 4ac ബൈ 2a അപ്ലൈ ചെയ്താൽ മൈനസ് 2a പ്ലസ് ഓർ മൈനസ് 4a² മൈനസ് 4b² ഡിവൈഡ് ബൈ 2b എന്ന് കിട്ടും. And that's equal to minus a plus or minus root of a² minus b² divided by b. ഇപ്പോൾ 2 പോയിൻറ്റ്സ് ആണ് കിട്ടുക. അതിലൊന്നിനെ z1 എന്ന് വിളിക്കുന്നത്. z1 ഈക്വൽ ടു മൈനസ് എ പ്ലസ് റൂട്ട് ഓഫ് a² മൈനസ് b² ബൈ ബി. ആൻഡ് z2 ഈക്വൽ ടു മൈനസ് എ മൈനസ് റൂട്ട് ഓഫ് a² മൈനസ് b² ബൈ ബി. ഇപ്പോൾ z1ഉം z2 ഉണ്ട്. നമ്മുടെ സർക്കിൾ എന്ന് പറഞ്ഞാൽ, കർവ് എന്ന് പറഞ്ഞാൽ മോഡ് z ഈക്വൽ ടു 1 ആണ്. അപ്പോൾ ഇതിൽ z1ഉം z2 ആണ് ഐസോലേറ്റഡ് സിംഗുലാരിറ്റീസ് എഫ് ഓഫ് സെഡിൻ്റെ. അപ്പോൾ ഇനി z1ഉം z2ഉം സർക്കിളിനുള്ളിൽ തന്നെയാണോ എന്ന് ചെക്ക് ചെയ്യണം. സർക്കിളിനുള്ളിലുള്ള സിംഗുലാരിറ്റിയുടെ റെസിഡ്യൂ മാത്രം കണ്ടാൽ മതി ബൈ റെസിഡ്യൂ തിയറം. അപ്പോൾ ഇതിൽ എയും ബിയും എ ഗ്രേറ്റർ ദാൻ ബി ആണ്, ഗ്രേറ്റർ ദാൻ 0 ആണ്. അതായത് എയും ബിയും പോസിറ്റീവാണ്, എ ബിയിനേക്കാൾ വലുതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഏതെങ്കിലും 2 നമ്പർ എടുത്ത് നോക്കുക. എന്നിട്ട് z1ഉം z2ൻ്റെയും വാല്യൂ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്കത് സർക്കിളിന്, യൂണിറ്റ് സർക്കിളിന് ഉള്ളിലാണോ ഇൻസൈഡാണോ ഔട്ട്സൈഡാണോ എന്ന് അറിയാൻ പറ്റും. അപ്പോൾ നമുക്കൊരു എ എന്ന് പറയുന്നത് ഒരു 2 എന്നും ബി എന്ന് പറയുന്നത് 1 എടുത്ത് നോക്കാം. സോ z1ൻ്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടും? z1 എന്ന് പറഞ്ഞാൽ മൈനസ് എ പ്ലസ് റൂട്ട് ഓഫ് a² മൈനസ് b² ബൈ ബി ആണ്. ദാറ്റ്സ് ഈക്വൽ ടു എക്ക് 2 കൊടുക്കുമ്പോൾ മൈനസ് 2 പ്ലസ് റൂട്ട് ഓഫ് a² എന്ന് പറഞ്ഞാൽ 4 മൈനസ് 1 ഡിവൈഡ് ബൈ 1. ദാറ്റ് ഈസ് മൈനസ് 2 പ്ലസ് റൂട്ട് 3 ബൈ 1. ദാറ്റ് ഈസ് മൈനസ് 2 പ്ലസ് റൂട്ട് 3 നമുക്ക് അപ്രോക്സിമേറ്റ്ലി 1.7 എന്ന് എടുക്കാം. സോ ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് 0.3 എന്ന് കിട്ടും. ദാറ്റ് ഈസ് മൈനസ് 0.3 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് ഈ സർക്കിളിനുള്ളിലാണ് വരും, ഇവിടെ എവിടെയെങ്കിലും വരും. അപ്പോൾ z1 സർക്കിളിനുള്ളിലാണ്. ഇനി z2 എന്ന് പറഞ്ഞാൽ ഇതേപോലെ നമ്മൾ മൈനസ് എക്ക് 2 കൊടുത്താൽ മൈനസ് 2 മൈനസ് റൂട്ട് ഓഫ് 4 മൈനസ് 1 ദാറ്റ് ഈസ് 3 റൂട്ട് 3 ഡിവൈഡ് ബൈ 1. അപ്പോൾ മൈനസ് 2 മൈനസ് റൂട്ട് 3 എന്ന് പറഞ്ഞാൽ മൈനസ് 2 മൈനസ് 1.7 എങ്ങനെയായാലും മൈനസ് 3.7 കിട്ടും അപ്രോക്സിമേറ്റ്ലി. അപ്പോൾ എങ്ങനെയായാലും അത് സർക്കിളിന് പുറത്താണ് വരിക. മൈനസ് 2 മൈനസ് 3 ഒക്കെ മൈനസ് 3.7 ഒക്കെ സർക്കിളിന് പുറത്താണ് വരിക. അപ്പോൾ z2 ഔട്ട്സൈഡാണ്, z1 ഇൻസൈഡാണ്. അപ്പോൾ z1ലുള്ള റെസിഡ്യൂ മാത്രം കണ്ടാൽ മതിയാവും. സോ റെസിഡ്യൂ ഓഫ്, അപ്പോൾ എഫ് ഓഫ് സെഡിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. എഫ് ഓഫ് സെഡിൻ്റെ 2 റൂട്ടുകളാണ് 1/bz² പ്ലസ് 2az പ്ലസ് ബി ആയിരുന്നു. അതിന് നമുക്ക് 1/z മൈനസ് z1 ഇൻറ്റു z മൈനസ് z2 എന്ന് എഴുതാം. ഇവിടെ ഒരു z² കൂടെ ഒരു ബി ആണ്, അപ്പോൾ അത് ഔട്ട് സൈഡ് കോമൺ ആയിട്ട് 1/b ഇൻറ്റു z മൈനസ് z1 ഇൻറ്റു z മൈനസ് z2 എന്ന് എഴുതാം. അപ്പോൾ ഇനി z1ലുള്ള റെസിഡ്യൂ ആണ് കാണേണ്ടത്. റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് സെഡ് അറ്റ് z ഈക്വൽ ടു z1. ഇവിടെ നോക്കൂ, z മൈനസ് z1ൻ്റെ ഒരു പവറേ ഉള്ളൂ. അപ്പോൾ പോൾ ഓഫ് ഓർഡർ 1 ആണ്. പോൾ ഓഫ് ഓർഡർ 1ലെ റെസിഡ്യൂ കാണാൻ ലിമിറ്റ് z ടെൻസ് ടു z1 z മൈനസ് z1 ഇൻറ്റു എഫ് ഓഫ് സെഡ് ആണ്. അതായത് 1/b ഇൻറ്റു z മൈനസ് z1 ഇൻറ്റു z മൈനസ് z2. z മൈനസ് z1 ക്യാൻസൽ ചെയ്തു പോകും. ദെൻ ലിമിറ്റ് z ടെൻസ് ടു z1 1/z മൈനസ് z2. ദാറ്റ് ഈസ് 1/z-ന് z1 കൊടുത്താൽ z1 മൈനസ് z2 എന്ന് കിട്ടും. അപ്പോൾ 1/z1 മൈനസ് z2
ആ വാല്യൂ നമ്മൾ കാണണം. അപ്പോൾ Z1ൻ്റെ വാല്യൂ നമുക്കറിയാം, Z2ൻ്റെ വാല്യൂ അറിയാം. അത് ഉപയോഗിച്ച് 1/Z1 മൈനസ് Z2 നമുക്ക് കിട്ടുന്നത്, ഒരു ബി കൂടെ ഉണ്ടാവും, ഈ ബി ഉണ്ടാവും. അപ്പോൾ 1/B ഇൻറ്റു Z1 മൈനസ് Z2, 1/B ഇൻറ്റു Z1 മൈനസ് Z2. അപ്പോൾ 1/B ഇൻറ്റു Z1 എന്ന് പറഞ്ഞാൽ -A പ്ലസ് √A² മൈനസ് B²/A മൈനസ് അടുത്തത് -A, Z2 എന്ന് പറഞ്ഞാൽ -A മൈനസ് √A² മൈനസ് B²/A. അപ്പോൾ ഈ -Aയും +Aയും ക്യാൻസൽ ചെയ്തു പോകും. അതുപോലെ ഇത് മൈനസ് കോമൺ ആണ്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 1/B ഇൻറ്റു 2 ഇൻറ്റു √A² മൈനസ് B² ഓക്കെ Z1 നോക്കാം, നമുക്ക് ബി ആണല്ലേ. ഓക്കെ, ബി ആണ് ഇവിടെ ഡിനോമിനേറ്ററിൽ ബി. അപ്പോൾ ഈ ബിയും ബിയും ക്യാൻസൽ ചെയ്തു പോകും. സോ വി ഗെറ്റ് 1/ റെസിഡ്യൂ എന്ന് പറഞ്ഞാൽ 1/2 ഇൻറ്റു √A² മൈനസ് B². ഇതാണ് റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് സെഡ് അറ്റ് Z = Z1. ദെൻ ബൈ റെസിഡ്യൂ തിയറം, അല്ലെങ്കിൽ നമുക്ക് ആദ്യം ഒരു ഇൻ്റഗ്രൽ കിട്ടിയിട്ടുണ്ട്, ഇൻ്റഗ്രൽ 0 to 2π. നമ്മൾ f(z) dz എന്നൊക്കെ എഴുതി വെച്ചുള്ള ലാസ്റ്റ് ഇക്വേഷൻ ഇങ്ങനെയായിരുന്നു വന്നത്, = 2/i ഇൻറ്റു ഇൻ്റഗ്രൽ ഓവർ സി f(z) dz. അപ്പോൾ 2/i ഇൻറ്റു ഇൻ്റഗ്രൽ ഓവർ സി f(z) dz എന്ന് പറഞ്ഞാൽ ബൈ റെസിഡ്യൂ തിയറം ഇറ്റ് ഈസ് 2πi ഇൻറ്റു സം ഓഫ് റെസിഡ്യൂസ് ആണ്. അപ്പോൾ സം ഓഫ് റെസിഡ്യൂസ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു പോയിൻ്റുള്ള റെസിഡ്യൂ മതി, അതായത് 2/i ഇൻറ്റു 2πi ഇൻറ്റു റെസിഡ്യൂ ഓഫ് f(z) at Z = Z1 മാത്രം. അപ്പോൾ ഐ ക്യാൻസൽ ചെയ്തു പോയി. 4π ഇൻറ്റു റെസിഡ്യൂ നമുക്ക് കിട്ടിയത് 1/2 √A² മൈനസ് B² ആണ്. 4 and 2 getting cancelled, we get 2π/√A² മൈനസ് B². So that is the answer, 2π/√A² മൈനസ് B² എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ കൊടുത്ത സബ്സ്റ്റിറ്റ്യൂഷൻ mod Z = 1 ആണ്. സെഡിന് e⁻⁴ d തീറ്റയ്ക്ക് dz/iz, cos തീറ്റയ്ക്ക് z പ്ലസ് 1/z/2. ഇനി സൈൻ തീറ്റ ആണെങ്കിൽ z മൈനസ് 1/z/2i എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ നെക്സ്റ്റ് വി ഹാവ് അനദർ പ്രോബ്ലം, ദറ്റ് ഈസ് ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ 0 to 2π d തീറ്റ ഡിവൈഡ് ബൈ 13 മൈനസ് 5 സൈൻ തീറ്റ. അവിടെ സൈൻ തീറ്റയാണ്, നേരത്തെ നമ്മൾ കോസ് തീറ്റയാണ് ചെയ്തത്. അപ്പോൾ ഇതിലും നേരത്തെ പോലെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. z = e⁻⁴ ആണ്. സോ mod Z = 1, അതാണ് നമ്മുടെ സി എന്ന് പറയുന്നത്. അതുപോലെ സൈൻ തീറ്റയ്ക്ക് കൊടുക്കേണ്ട സബ്സ്റ്റിറ്റ്യൂഷൻ z മൈനസ് 1/z/2i ആണ്. ഡി തീറ്റയ്ക്ക് dz/iz ആണ്. അപ്പോൾ ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇൻ്റഗ്രൽ 0 to 2π d തീറ്റ ഡിവൈഡ് ബൈ 13 മൈനസ് 5 സൈൻ തീറ്റ ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ സി ഡി തീറ്റ എന്ന് പറഞ്ഞാൽ dz/iz ഡിവൈഡ് ബൈ 13 മൈനസ് 5/2i ഇൻറ്റു z മൈനസ് 1/z എന്നെഴുതാം. സോ അത് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വി ഗെറ്റ് ഇൻ്റഗ്രൽ ഓവർ സി, ഇവിടെ z കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, z² മൈനസ് 1/z എന്ന് വരും. ദറ്റ് ഈസ് dz/iz ഡിവൈഡ് ബൈ 13 മൈനസ് 5/2i ഇൻറ്റു z² മൈനസ് 1/z. ദാറ്റ്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ സി dz/iz all divided by 2iz കോമൺ ഡിനോമിനേറ്റർ ആക്കിയാൽ ഈ 2iz ഇൻറ്റു 13 ദാറ്റ് ഈസ് 26iz എന്ന് വരും, മൈനസ് 5z² പ്ലസ് 5 ഡിവൈഡ് ബൈ 2iz. സോ iz ആൻഡ് iz ക്യാൻസൽഡ്, വി ഗെറ്റ് 2 മുകളിലേക്ക് പോകും. ഇൻ്റഗ്രൽ ഓവർ സി 2dz ഡിവൈഡ് ബൈ മൈനസ് 5z² ക്വാഡ്രാറ്റിക് ഫോമിൽ എഴുതുന്നുണ്ട്, ഇവിടെ 5z². ഓക്കെ, 5 ഇൻറ്റു z² മൈനസ് 5z² പ്ലസ് 26iz പ്ലസ് 5. ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും, ഇങ്ങനെ ഒരു ഫംഗ്ഷൻ കിട്ടും. ദാറ്റ് ഈസ് വി ഗെറ്റ്
ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ്. ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ്, എഫ് ഓഫ് സെഡ് ഡി സെഡ്, വേർ എഫ് ഓഫ് സെഡ് ഈക്വൽ ടു ഏതാണ് 2/-5z സ്ക്വയർ പ്ലസ് 26iz പ്ലസ് 5. ഇനി ഇതെപ്പോഴാണ് അനാലിറ്റിക് അല്ലാത്തതെന്ന് ചെക്ക് ചെയ്യണം. എഫ് ഓഫ് സെറ്റിൻ്റെ ഐസോലേറ്റഡ് സിംഗുലാരിറ്റീസ് ഡിനോമിനേറ്റർ 0 ആകുമ്പോഴാണ്. ദാറ്റ് ഈസ് ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ്. z ഈക്വൽ ടു -26i പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ, ദാറ്റ് ഈസ് 26i സ്ക്വയർ മൈനസ് 4ac ആണ്. ഇവിടെ ഒരു മൈനസ് ഉണ്ട്, അപ്പോൾ പ്ലസ് 4 × 5 × 5 ദാറ്റ് ഈസ് 100 എന്ന് വരും, ഡിവൈഡ് ബൈ 2a ദാറ്റ് ഈസ് -10 എന്ന് വരും. ദെൻ 26iയുടെ സ്ക്വയർ എന്ന് പറയുമ്പോൾ i സ്ക്വയർ -1 ആണ്. -26i പ്ലസ് ഓർ മൈനസ് i സ്ക്വയർ ഒരു -1 വരും. 26ൻ്റെ സ്ക്വയർ 676 ആണ്, പ്ലസ് 100 ഡിവൈഡ് ബൈ 10 -10. ഓക്കെ, -10 ദാറ്റ്സ് ഈക്വൽ ടു -26i പ്ലസ് ഓർ മൈനസ് ഇവിടെ റൂട്ട് ഓഫ് -576 വരും. -576ൻ്റെ റൂട്ട് സ്ക്വയർ റൂട്ട് 24 ആണ്. മൈനസിലുണ്ട് ഒരു i കൂടെ വരും, 24i ഡിവൈഡ് ബൈ -10. അപ്പോൾ രണ്ട് വാല്യൂ കിട്ടും സെഡിന്. ഫസ്റ്റ് വാല്യൂ പ്ലസ് ഉള്ളത്, അതായത് -26i പ്ലസ് 24i ഡിവൈഡ് ബൈ 10 എന്ന് പറഞ്ഞാൽ -2i ഡിവൈഡ് ബൈ 10 ദറ്റ് ഈസ് -i ബൈ സോറി -10 അല്ല, അപ്പോൾ -2i ബൈ -10 ദറ്റ് ഈസ് മൈനസ് ഉണ്ടാവില്ല 1/5i അല്ലേ, അല്ലെങ്കിൽ i/5. ഓക്കെ, i/5 എന്ന് കിട്ടും. രണ്ടാമത്തത് വാല്യൂ വരിക മൈനസ് വരണം, അതായത് z ഈക്വൽ ടു -26i minus 24i divided by minus 10. That is equal to minus 50i by 10. That's equal to minus 50i by minus 10. That is 5i. അപ്പോൾ രണ്ട് വാല്യൂ, ഒന്ന് 5iയും z, അടുത്തത് i/5. 5i എന്ന് പറഞ്ഞാൽ നമുക്ക് 0/5 എന്ന് എഴുതാം. i/5 എന്ന് പറഞ്ഞാൽ 0/1/5. അപ്പോൾ നമ്മുടെ സർക്കിൾ ഇതാണ്, മോഡ് z ഈക്വൽ ടു 1. അപ്പോൾ 0/5 നമുക്കറിയാം, മോഡ് z ഈക്വൽ ടു 1ന് ഇത് +1 -1 ഇവിടെ i, ഇത് -i, അങ്ങനെയാണ് വരിക. സോ 0/5 സർക്കിളിന് പുറത്തായിരിക്കും. 0/5 സർക്കിളിന് പുറത്തായിരിക്കും. 0/1/5 എന്ന് പറഞ്ഞാൽ ഇത് 0/1 ആണ് i എന്ന് പറഞ്ഞാൽ, അപ്പോൾ 0/1/5 അതിനിടയ്ക്ക് എവിടെയെങ്കിലും വരും. സോ ഈ പോയിൻ്റ്, അതായത് 5i എന്നുള്ള പോയിൻ്റ് എക്സ്റ്റീരിയർ ടു ദ സർക്കിൾ മോഡ് z ഈക്വൽ ടു 1, നമ്മുടെ കർവിന് പുറത്താണ്. i/5 സർക്കിളിനുള്ളിലാണ്. സോ ഏതിലെ റെസിഡ്യൂ മാത്രം കണ്ടാൽ മതി, i/5ലെ റെസിഡ്യൂ മാത്രം കണ്ടാൽ മതി. അപ്പോൾ എഫ് ഓഫ് സെഡിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. എഫ് ഓഫ് സെഡ് ഇതായിരുന്നു, 2/-5z² പ്ലസ് 26iz പ്ലസ് 5 ആയിരുന്നു. അപ്പോൾ ഇതിനെ നമുക്ക് 2 രണ്ട് റൂട്ടാണ് i/5, z മൈനസ് i/5ഉം z പ്ലസ് 5iയും. പിന്നെ z² കൂടെ ഒരു -5 ആണ്, 1 അല്ല. അപ്പോൾ അവിടെ ഒരു -5 കോമൺ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം, എന്നാലേ ഇക്വേഷൻ ശരിയാവുള്ളൂ. അപ്പോൾ ഇതാണ് എഫ് ഓഫ് സെഡ്. അതിലെ 5iലെ റെസിഡ്യൂ നമുക്ക് കാണണ്ട, z മൈനസ് ആണ്, z മൈനസ് 5i. അപ്പോൾ 5iലെ റെസിഡ്യൂ കാണണ്ട, i/5ലെ റെസിഡ്യൂ മാത്രം കണ്ടാൽ മതി. സോ റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് സെഡ് അറ്റ് z ഈക്വൽ ടു i/5. നമുക്കറിയാം i/5, z മൈനസ് i/5ൻ്റെ പവർ 1 ആണ്. സോ സിമ്പിൾ പോളാണ് റെസിഡ്യൂ കാണാൻ. ലിമിറ്റ് z ടെൻസ് ടു i/5, z മൈനസ് i/5 ഇൻറ്റു എഫ് ഓഫ് സെഡ്, അതായത് 2/-5 ഇൻറ്റു z മൈനസ് i/5 ഇൻറ്റു z മൈനസ് 5i. അപ്പോൾ z മൈനസ് i/5 ഗെറ്റിൻ ക്യാൻസൽഡ്. ഇവിടെ -2/-5 ഔട്ട് സൈഡ് എടുത്താൽ ലിമിറ്റ് z ടെൻസ് ടു i/5 1/z മൈനസ് 5i. അപ്പോൾ ഇനി ലിമിറ്റ് കൊടുക്കുക, അതായത് zന് i/5 കൊടുക്കുക. ദറ്റ് ഈസ്
മൈനസ് 2/5 ഇൻറ്റു 1/i/5 ആണ് കൊടുക്കേണ്ടത്. i/5 മൈനസ് 5i. 1/i/5 മൈനസ് 5i that's equal to minus 2/5 into I minus 25i divided by 5. That is ഈ 5ഉം ഒരു സ്റ്റെപ്പ് കൂടെ എഴുതാം. മൈനസ് 2/5 ഇൻറ്റു 5/i മൈനസ് 25i എന്നാണ് മൈനസ് 24i. 5 and 5 getting cancelled, minus cancelled, so 2/24i that is 1/12i എന്ന് കിട്ടും. അതാണ് റെസിഡ്യൂ. ഇനി നമ്മുടെ ഇൻ്റഗ്രേഷൻ ഇതായിരുന്നു. ഇൻ്റഗ്രൽ 0 to 2π d theta divided by 13 minus 5 sin theta equal to integral over c നമ്മൾ എഴുതി വെച്ചത് 2dz divided by minus 5z square plus 26iz plus 5 എന്നായിരുന്നു. ഇതിനെയാണ് നമ്മൾ f of z എന്ന് വിളിച്ചത്, f of z എന്ന്. that's equal to integral over c f of z dz ആണ്. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 2πi ഇൻറ്റു ബൈ റെസിഡ്യൂ തിയറം, റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് സെഡ് അറ്റ് ഒരു പോയിൻ്റേ ഉള്ളൂ i/5. അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചത്. എന്തായിരുന്നു? 1/12i. ദാറ്റ് ഈസ് ഈക്വൽ ടു 2πi ഇൻറ്റു 1/12i. സോ π/6 എന്ന് കിട്ടും. സോ ദാറ്റ് ഇസ് ആൻസർ π/6. നെക്സ്റ്റ് പ്രോബ്ലം, ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ 0 to π cos 2 theta d theta divided by 5 plus 4 cos theta. അപ്പോൾ നമ്മുടെ ഇതുവരെയുള്ള നമ്മൾ പറഞ്ഞ ടൈപ്പിൽ നിന്ന് ഈ ക്വസ്റ്റ്യൻ വ്യത്യസ്തമാണ്. കാരണം ഒന്നാമത്തെ വ്യത്യാസം 0 to 2π ആയിരുന്നു നമ്മുടെ ലിമിറ്റ് വേണ്ടത്. പക്ഷെ ഇവിടെ 0 to π ഉള്ളൂ. ഈ 0 to 2π അതുപോലെ എഫ് ഓഫ് സൈൻ തീറ്റ കോസ് തീറ്റ ഈ ഫോമിൽ വന്നാലേ നമുക്ക് നേരത്തെ പറഞ്ഞ ആ സബ്സ്റ്റിറ്റ്യൂഷനൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റൂ. അപ്പോൾ 0 to π ആണ് ഇവിടെ നമ്മുടെ ലിമിറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ. ഇനി അതുപോലെ തന്നെ ഇവിടെ കോസ് 2 തീറ്റയാണ്. കോസ് തീറ്റയ്ക്കാണ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ഉള്ളത്, കോസ് 2 തീറ്റയ്ക്കില്ല. അപ്പോൾ ഇതിനെ രണ്ടിനെ നമുക്ക് മാറ്റണം, ലിമിറ്റ് മാറ്റണം, കോസ് 2 തീറ്റേനെ മാറ്റണം. അപ്പോൾ കോസ് 2 തീറ്റേനെ മാറ്റാൻ നമുക്ക്, അല്ലെങ്കിൽ ആദ്യം നമുക്ക് ലിമിറ്റ് നോക്കാം. ഇൻ്റഗ്രൽ 0 to π കോസ് 2 തീറ്റ ഡിവൈഡ് ബൈ 5 പ്ലസ് 4 കോസ് തീറ്റ എന്നാണ്. ഈ കോസ് തീറ്റയ്ക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ നമുക്കറിയാം, പക്ഷേ കോസ് 2 തീറ്റ പ്രശ്നമാണ്, ഡി തീറ്റ. അപ്പോൾ ആദ്യം ലിമിറ്റ് നോക്കാം. ഇവിടെ കോസ് 2 തീറ്റ ഈവൻ ഫംഗ്ഷനാണ്, അതായത് കോസ് 2 മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ കോസ് 2 തീറ്റ തന്നെയാണ് അല്ലേ. അതുപോലെ കോസ് തീറ്റ താഴെയുള്ള കോസ് തീറ്റ ഈവൻ ഫംഗ്ഷനാണ്, 5 4 എല്ലാം അതിനെ ഈവൻ ഫംഗ്ഷനോട് ഫംഗ്ഷൻ അതിനെ 5 4 ഒന്നും ഡിപ്പെൻഡ് ചെയ്യില്ല. അപ്പോൾ നമുക്ക് ഉള്ള ഇൻ്റഗ്രൻ്റ് അതായത് കോസ് 2 തീറ്റ ഡിവൈഡ് ബൈ 5 പ്ലസ് 4 കോസ് തീറ്റ ഒരു ഈവൻ ഫംഗ്ഷനാണ്. ഈവൻ ഫംഗ്ഷൻ നമുക്കറിയാം. ഈവൻ ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രൽ 0 to 2a ഒരു ഈവൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to a ആ ഫംഗ്ഷനാണ്. ഇവിടെ ഇപ്പോൾ ഒരു എഫ് ആണെങ്കിൽ എഫ് ഒരു ഈവൻ ഫംഗ്ഷനാണ്. ദെൻ ഇൻ്റഗ്രൽ 0 to 2a എഫ് എന്ന് പറയുന്നത് 2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to a എഫ് ആണ്. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ 0 to 2π നമ്മുടെ ഫംഗ്ഷൻ നമുക്കുള്ളത് ഇൻ്റഗ്രൽ 0 to π ആണ്. 0 to π നമ്മുടെ ഫംഗ്ഷൻ കോസ് 2 തീറ്റ ഡി തീറ്റ ഡിവൈഡ് ബൈ 5 പ്ലസ് 4 കോസ് തീറ്റയ്ക്ക് പകരം നമുക്ക് എങ്ങനെ എഴുതാം? 2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to π കോസ് 2 തീറ്റ ഡി തീറ്റ ഡിവൈഡ് ബൈ 5 പ്ലസ് 4 കോസ് തീറ്റ എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ 0 to 2π കോസ് 2 തീറ്റ ഡി തീറ്റ ഡിവൈഡ് ബൈ 5 പ്ലസ് 4 കോസ് തീറ്റ എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് ഇൻ്റഗ്രൽ 0 to π കോസ് 2 തീറ്റ ഡി തീറ്റ ഡിവൈഡ് ബൈ 5 പ്ലസ് 4 കോസ് തീറ്റേനെ എങ്ങനെ എഴുതാം? 1/2 ഇൻ്റഗ്രൽ 0 to π കോസ് 2 തീറ്റ ഡി തീറ്റ ഡിവൈഡ് ബൈ 5 പ്ലസ് 4 കോസ് തീറ്റ ഈക്വൽ ടു 1/2. ഈ 2നെ അങ്ങോട്ട് എടുക്കും ലെഫ്റ്റ് സൈഡിലേക്ക്. 1/2 ഇൻ്റഗ്രൽ 0 to 2π കോസ് 2 തീറ്റ ഡി തീറ്റ ഡിവൈഡ് ബൈ 5 പ്ലസ് 4
കോസ് തീറ്റ എന്നെഴുതാം. അപ്പോൾ ലിമിറ്റ് ഓക്കെ ചെയ്യും. അതായത് ഈ 0 to 2π കാണുന്നതിന് പകരം 0 to π കാണുന്നതിന് പകരം ഈ 0 to 2π കണ്ടിട്ട് അതിനെ 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇനി കോസ് 2 തീറ്റനെ മാറ്റണം. അപ്പോൾ കോസ് 2 തീറ്റനെ നമുക്കറിയാം 2 cos square തീറ്റ. കോസ് 2 തീറ്റനെ 2 cos square തീറ്റ -1 എഴുതാം. അതായത് 2 ഇൻറ്റു കോസ് തീറ്റനെ നമുക്കറിയാം സബ്സ്റ്റിറ്റ്യൂഷൻ 1/2 ഇൻറ്റു z പ്ലസ് 1/z ആണ് കോസ് തീറ്റൻ്റെ. അപ്പോൾ അതിൻ്റെ സ്ക്വയർ -1. ഇനി സ്ക്വയർ എടുക്കുക. ദാറ്റ് ഈസ് 2/4 ഇൻറ്റു z പ്ലസ് 1/z ഹോൾ സ്ക്വയർ -1. ദാറ്റ് ഈസ് 2/4 ഇൻറ്റു z സ്ക്വയർ a പ്ലസ് b ഹോൾ സ്ക്വയർ ആണ്. 2 ഇൻറ്റു z ഇൻറ്റു 1/z പ്ലസ് 1/z സ്ക്വയർ -1. ദാറ്റ് ഈസ് ഇവിടെ 1/2 എന്ന് എഴുതാം. z സ്ക്വയർ പ്ലസ് 2 പ്ലസ് 1/z സ്ക്വയർ -1. അപ്പോൾ z സ്ക്വയർ ബൈ 2 പ്ലസ് 1 പ്ലസ് 1/2 z സ്ക്വയർ -1. അപ്പോൾ പ്ലസ് 1ഉം -1ഉം ക്യാൻസൽ ചെയ്തു പോകും. സോ വി ഗെറ്റ് z സ്ക്വയർ ബൈ 2 പ്ലസ് 1/2 z സ്ക്വയർ. 1/2 ഔട്ട് സൈഡ് എടുക്കാം. 1/2 ഇൻറ്റു z സ്ക്വയർ പ്ലസ് 1/z സ്ക്വയർ എന്ന് കിട്ടും. ഇതാണ് എന്ത് കോസ് 2 തീറ്റ. അപ്പോൾ കോസ് 2 തീറ്റയ്ക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ ഇൻ്റഗ്രേഷൻ ഇൻ്റഗ്രൽ 0 to π കോസ് 2 തീറ്റ ഡി തീറ്റ ഡിവൈഡ് ബൈ 5 പ്ലസ് 4 കോസ് തീറ്റ ഈക്വൽ ടു 1/2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to 2π കോസ് 2 തീറ്റ ഡി തീറ്റ ഡിവൈഡ് ബൈ 5 പ്ലസ് 4 കോസ് തീറ്റ ഈക്വൽ ടു 1/2. സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. കോസ് 2 തീറ്റയ്ക്ക് ഈ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. കർവ് എന്താവും? ഇൻ്റഗ്രൽ ഓവർ സി വേർ സി സച്ച് ദാറ്റ് മോഡ് z ഈക്വൽ ടു 1. കോസ് 2 തീറ്റയ്ക്ക് നമ്മൾ കൊടുത്ത സബ്സ്റ്റിറ്റ്യൂഷൻ 1/2 ഇൻറ്റു z സ്ക്വയർ പ്ലസ് 1/z സ്ക്വയർ. ഡി തീറ്റയ്ക്ക് dz/iz. ആ സബ്സ്റ്റിറ്റ്യൂഷൻ ഒന്നും മാറ്റമില്ല, പഴയതുപോലെ തന്നെ. 5 പ്ലസ് 4 ഇൻറ്റു z പ്ലസ് 1/z/2 കോസ് തീറ്റയുടെ സബ്സ്റ്റിറ്റ്യൂഷൻ. ദെൻ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 1/2 ഇൻ്റഗ്രൽ ഓവർ സി 1/2 ഇൻറ്റു ഇവിടെ ഈ z സ്ക്വയറിനെ അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ z⁴ പ്ലസ് 1 ഡിവൈഡ് ബൈ z സ്ക്വയർ ഹോൾ ഡിവൈഡ് ബൈ 5 പ്ലസ് ഇവിടെ 4/2 ആണ്, അത് 2 ആയി മാറും. 2 ഇൻറ്റു z സ്ക്വയർ പ്ലസ് 1/2. ഈ z-നെ z മൾട്ടിപ്ലൈ ചെയ്താൽ z സ്ക്വയർ പ്ലസ് 1/2 അല്ല ബൈ z. ഓക്കെ, ഇൻറ്റു dz/iz എന്ന് കിട്ടും. ദാറ്റ്സ് ഈക്വൽ ടു ഇവിടെ ഒരു 1/2 ഉണ്ടാവും. ഈ 1/2 ഇവിടെ ഒരു താഴെ ഒരു i. അപ്പോൾ നമുക്ക് മൊത്തത്തിൽ അതിനെ 1/4i എന്ന് എഴുതാം. 1/4i ഇൻ്റഗ്രൽ ഓവർ സി z⁴ പ്ലസ് 1 ഡിവൈഡ് ബൈ z സ്ക്വയർ ഡിവൈഡ് ബൈ ഈ z-നെ മൾട്ടിപ്ലൈ ചെയ്താൽ 5z പ്ലസ് 2z സ്ക്വയർ പ്ലസ് 2 ഡിവൈഡ് ബൈ z ഇൻറ്റു dz/z. ഐ നമ്മൾ ഔട്ട് സൈഡ് എടുത്തു. സോ ദാറ്റ്സ് ഈക്വൽ ടു ഒന്ന് സിംപ്ലിഫൈ ചെയ്താൽ 1/4i ഇൻ്റഗ്രൽ ഓവർ സി z⁴ പ്ലസ് 1 ഡിവൈഡ് ബൈ z സ്ക്വയർ ഇൻറ്റു ഇതിന് റെസിപ്രോക്കൽ എടുക്കണം. ദാറ്റ് ഈസ് z/5z പ്ലസ് 2z സ്ക്വയർ പ്ലസ് 2 ഹോൾ ഇൻറ്റു dz/z. അപ്പോൾ z ഒന്ന് ക്യാൻസൽ ചെയ്തു പോകും. ദെൻ 1/4i ഇൻ്റഗ്രൽ ഓവർ സി z⁴ പ്ലസ് 1 ഡിവൈഡ് ബൈ ഇവിടെ ഒരു z ഉണ്ട്, പിന്നെ ഇവിടെ ഒരു z. അപ്പോൾ z സ്ക്വയർ ഇൻറ്റു 2z സ്ക്വയർ പ്ലസ് 5z പ്ലസ് 2 dz. ദാറ്റ്സ് ഈക്വൽ ടു 1/4i ഇൻ്റഗ്രൽ ഓവർ സി f ഓഫ് z dz എന്ന് എഴുതാം. വേർ f ഓഫ് z ഈക്വൽ ടു z⁴ പ്ലസ് 1 ഹോൾ ഡിവൈഡ് ബൈ z സ്ക്വയർ ഇൻറ്റു 2z സ്ക്വയർ പ്ലസ് 5z പ്ലസ് 2. ഇനി ഈ f ഓഫ് zൻ്റെ
ഐസൊലേറ്റഡ് സിംഗുലാരിറ്റീസ് കാണണം. അതായത് ഡിനോമിനേറ്റർ ഈക്വൽ ടു 0 ആകുമ്പോൾ സെഡ് സ്ക്വയർ ഇൻറ്റു 2z സ്ക്വയർ പ്ലസ് 5z പ്ലസ് 2 ഈക്വൽ ടു 0. സോ സെഡ് സ്ക്വയർ ഈക്വൽ ടു 0 ആവാം, അതായത് z ഈക്വൽ ടു 0 ഐസൊലേറ്റഡ് സിംഗുലാർ പോയിൻറ്റ്സ് ആണ്. ഇനി അതേപോലെ ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ 2z സ്ക്വയർ പ്ലസ് 5z പ്ലസ് 2 ഈക്വൽ ടു 0. അപ്പോൾ z ഈക്വൽ ടു -5 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 25 മൈനസ് 16 4ac എന്ന് പറഞ്ഞാൽ 16 2 ഇൻറ്റു 4 ഇൻറ്റു 2 ഇൻറ്റു 2 by 2a, that is 4, that is -5 plus or minus 3 divided by 4, that is z equal to -1/2 and -2. രണ്ട് പോയിൻറ്റ്സ് കിട്ടും, -1/2 ആൻഡ് -2. അപ്പോൾ 2 പോയിൻ്റാണ് കിട്ടിയത്. 2 പോയിൻറ്റും ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 2 പോയിൻറ്റും നേരത്തെ കിട്ടിയ 0യും. അപ്പോൾ 3 സിംഗുലർ പോയിൻറ്റ്സ് ഉണ്ട്. z equal to 0, -1/2, -2. ഓക്കെ. അപ്പോൾ എഫ് ഓഫ് സെഡിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. എഫ് ഓഫ് സെഡ് ഈക്വൽ ടു സെഡ് റൈസ് ടു 4 + 1 ഡിവൈഡ് ബൈ 3 പോയിൻറ്റ്സ് ആണ്. ഇതാണ് എഫ് ഓഫ് സെഡ്. സെഡ് സ്ക്വയർ അത് അതേപോലെ തന്നെ എഴുതാം, സെഡ് സ്ക്വയർ. പിന്നെ ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷന്, അതായത് 2z സ്ക്വയർ പ്ലസ് 5z പ്ലസ് 2 അതിൻ്റെ 2 റൂട്ടാണ് ഏതെല്ലാം -1/2 1/2. അപ്പോൾ അതിന് നമുക്ക് എങ്ങനെ എഴുതാം, z മൈനസ് -1/2, ദാറ്റ് ഈസ് z പ്ലസ് 1/2 z പ്ലസ് 1/2 ഇൻറ്റു അതുപോലെ -2 z മൈനസ് -2 z മൈനസ് -2 എന്ന് പറഞ്ഞാൽ z പ്ലസ് 2. ഇനി ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ കോഫിഷ്യൻ്റ് z സ്ക്വയറിൻ്റെ കോഫിഷ്യൻ്റ് 2 ആണ്. അപ്പോൾ അവിടെ ഒരു 2 കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എഫ് ഓഫ് സെഡിനെ ഇങ്ങനെ എഴുതാം. അപ്പോൾ z ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ z സ്ക്വയർ ആണ്, അപ്പോൾ പോൾ ഓഫ് ഓർഡർ 2 ആണ്. z ഈക്വൽ ടു 1/2 അതിൻ്റെ പവർ 1 ആണ്, -1/2 z ഈക്വൽ ടു -2 അതിൻ്റെ പവറും 1 ആണ്. സോ -1/2 2 എല്ലാം -2 -1/2 പോൾ സിമ്പിൾ പോൾസ് ആണ്. പോൾ ഓഫ് ഓർഡർ 1, z ഈക്വൽ ടു 0 പോൾ ഓഫ് ഓർഡർ 2 ആണ്. ഇനി ഇതിൽ ഏതെല്ലാം പോയിൻ്റ് മോഡ് z ഈക്വൽ ടു 1-നുള്ളിൽ ആ സർക്കിളിനുള്ളിൽ വരേണ്ടത് നോക്കാം. അപ്പോൾ z ഈക്വൽ ടു 0 ക്ലിയർലി അത് സർക്കിളിനുള്ളിൽ വരും. z ഈക്വൽ ടു -1/2 അതും വരും, 0 -1/2. ഇനി -2 അത് സർക്കിളിന് പുറത്തായിരിക്കും, കാരണം ഇവിടെ -1 ആണ്. ദെൻ -2 സർക്കിളിന് പുറത്താണ് വരിക. അപ്പോൾ ഈ z ഈക്വൽ ടു 0-ലെയും -1/2-ലെയും റെസിഡ്യൂ മാത്രം കണ്ടാൽ മതി, കാരണം z ഈക്വൽ ടു -2 ഈസ് ഔട്ട്സൈഡ് C ആൻഡ് -1/2 ആൻഡ് 0 ആർ ഇൻസൈഡ് C. അപ്പോൾ ആ 2 പോയിൻറ്റിലെ റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് സെഡ് അറ്റ് z ഈക്വൽ ടു -1/2 ആദ്യം കാണാം. സിമ്പിൾ പോളാണ്. ലിമിറ്റ് z ടെൻസ് ടു -1/2 z മൈനസ് -1/2 ഇൻറ്റു എഫ് ഓഫ് സെഡ്, അതായത് z റൈസ് ടു 4 ഡിവൈഡ് ബൈ 2z സ്ക്വയർ ഇൻറ്റു z പ്ലസ് 1/2 ഇൻറ്റു z മൈനസ് z പ്ലസ് 2. ഇത് ക്യാൻസൽ ചെയ്തു. ലിമിറ്റ് z ടെൻസ് ടു -1/2 z റൈസ് ടു 4 പ്ലസ് 1 ഡിവൈഡ് ബൈ 2z സ്ക്വയർ ഇൻറ്റു z പ്ലസ് 2. ലിമിറ്റ് കൊടുക്കുക, ദാറ്റ് ഈസ് -1/2 ഹോൾ റൈസ് ടു 4 സെഡിന് -1/2 എന്ന് കൊടുക്കുക, പ്ലസ് 1 ഡിവൈഡ് ബൈ 2 ഇൻറ്റു -1/2 ഹോൾ സ്ക്വയർ ഇൻറ്റു -1/2 പ്ലസ് 2. അപ്പോൾ ഇത് സോൾവ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് വി ഗെറ്റ് ഇറ്റ് ഈസ് 17/12 എന്ന് കിട്ടും ബൈ സോൾവിങ് ദിസ് 17/12. ഇനി ഇതേപോലെ z ഈക്വൽ ടു 0-ൽ z ഈക്വൽ ടു 0 ഒരു പോൾ ഓഫ് ഓർഡർ 2 ആണ്, കാരണം അതിൻ്റെ പവർ എഫ് ഓഫ് സെഡ് എഴുതുമ്പോൾ അതിൻ്റെ പവർ z സ്ക്വയർ ആണ്. പോൾ ഓഫ് ഓർഡർ 2 2 തവണ വരുന്നുണ്ട്. അപ്പോൾ റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് സെഡ് അറ്റ് z ഈക്വൽ ടു 0 നമ്മൾ ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. 1/2 മൈനസ് 1 ഫാക്ടോറിയൽ m ഈക്വൽ ടു 2 ആണ് ഇവിടെ. ലിമിറ്റ് z ടെൻസ് ടു 0 d ബൈ dz ഓഫ് z സ്ക്വയർ ഇൻറ്റു എഫ് ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ 1 എഫ് ഓഫ് സെഡ് എന്ന് എഴുതുന്നുണ്ട്, ദാറ്റ് ഈസ് 1/1 ഫാക്ടോറിയൽ ഇൻറ്റു ലിമിറ്റ് z ടെൻസ് ടു 0 d ബൈ dz ഓഫ് z സ്ക്വയർ ഇൻറ്റു എഫ് ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ z റൈസ് ടു 4 പ്ലസ് 1 ഡിവൈഡ് ബൈ 2z സ്ക്വയർ ഇൻറ്റു
z plus 1 by 2 into z plus 2. Z square cancel ചെയ്തു പോകും. Then d by dz of z raised to 4 plus 1 divided by z plus 1 by 2 into z plus 2. അതിൻ്റെ ഡെറിവേറ്റീവ് ആണ് 1 by 1 factorial എന്ന് പറഞ്ഞാൽ 1. ലിമിറ്റ് z tends to 0. ഡെറിവേറ്റീവ് ക്വോഷ്യൻ റൂളാണ് അപ്ലൈ ചെയ്യുക. 2z സ്ക്വയർ പ്ലസ് 5z പ്ലസ് 2. ഇതിന് നമുക്ക് അങ്ങനെ എഴുതാം അല്ലേ. 2 ഇൻറ്റു z പ്ലസ് 2 2 ഇൻറ്റു z പ്ലസ് 1 ബൈ 2 ഇൻറ്റു z പ്ലസ് 2 എന്ന് പറഞ്ഞാൽ എന്താ 2z സ്ക്വയർ പ്ലസ് 5z പ്ലസ് 2 ആണ്. അതാണ് ഡിനോമിനേറ്റർ. ബാക്കിയെല്ലാം ക്യാൻസൽ ചെയ്തു പോയി. ഇൻറ്റു 4z ക്യൂബ് ന്യൂമറേറ്ററിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് 2z സ്ക്വയർ പ്ലസ് 5z പ്ലസ് 2ൻ്റെ ഡെറിവേറ്റീവ് 4z പ്ലസ് 5 ഡിവൈഡ് ബൈ ഡിനോമിനേറ്ററിൻ്റെ സ്ക്വയർ 2z സ്ക്വയർ പ്ലസ് 5z പ്ലസ് 2 ഹോൾ സ്ക്വയർ. അപ്പോൾ ഇത് z-ന് 0 ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇനി ഇത് എക്സ്പാൻഡ് ചെയ്യുന്നു വേണ്ട. ഫസ്റ്റ് ടേം നമുക്കറിയാം ഇവിടെ 4z ക്യൂബ് ഉണ്ട്, 0 ആയി പോവും. ഇവിടെ ഒരു മൈനസ് 1 ഇൻറ്റു 5 ആണ് വരിക മുകളിൽ. താഴെ ഈ രണ്ട് ടേമും 0 ആയി പോവും. 2 സ്ക്വയർ 4 ദാറ്റ് ഈസ് മൈനസ് 5/4 എന്ന് കിട്ടും. അപ്പോൾ രണ്ട് റെസിഡ്യൂ കിട്ടി. അപ്പോൾ ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു 0 to pi cos 2 theta d theta divided by 5 plus 4 cos theta equal to നമ്മളിങ്ങനെയാണ് ലാസ്റ്റ് എഴുതിയത് 1/4i ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ്. ഇതിൻ്റെ ഇൻ്റഗ്രൽ ഓവർ സി എന്ന് പറഞ്ഞാൽ ബൈ റെസിഡ്യൂ തിയറം ഇറ്റ് ഈസ് 2πi ഇൻറ്റു സം ഓഫ് റെസിഡ്യൂസ് ഓഫ് എഫ് ഓഫ് സെഡ്. എഫ് ഓഫ് സെഡിന് എത്ര റെസിഡ്യൂ ഉണ്ടോ അത്രയും റെസിഡ്യൂകളുടെ സമ്മം. അത് രണ്ട് റെസിഡ്യൂ ആണുള്ളത്. റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് സെഡ് അറ്റ് സെഡ് ഈക്വൽ ടു -1/2ലും റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് സെഡ് അറ്റ് സെഡ് ഈക്വൽ ടു 0യിലും. സോ ഐ ആൻഡ് ഐ ക്യാൻസൽഡ് 4 and 2 ദാറ്റ് ഈസ് π/2 എന്ന് കിട്ടും ഇവിടെ. ദെൻ ബാക്കിയുള്ളത് റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് സെഡ് അറ്റ് സെഡ് ഈക്വൽ ടു -1/2 എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് 17/12. ഇതെന്ന് പറഞ്ഞാൽ -5/4. So we get π/2 into 17 minus 15/12. So we get π/2 into 17 minus 15 on 2/12. That is we get π/12 and that is the answer. Thank you.